ഹലോ ഗൈസ്, ഇന്ന് വിജയുടെ കത്തി ഇറങ്ങിയിട്ട് 11 വർഷം തികയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. തുപ്പാക്കി എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം വിജയും AR മുരുകദാസും ഒന്നിക്കുന്നു എന്നാണ് ചിത്രത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ 3ക്ക് ശേഷം അനിരുദ്ധ് ഒരുക്കുന്ന സംവിധാനം, 3യും വണക്കം ചെന്നൈ എന്നീ 2 ചിത്രങ്ങൾക്ക് ശേഷം അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വരുന്ന ചിത്രവുമായിരുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയത് തന്നെ ഒരു മോശം പോസ്റ്റർ ആയിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് മോശം പോസ്റ്റർ ആയിരുന്നു. അതിൽ അനിരുദ്ധിന്റെ BGM എടുത്തു പറയേണ്ട ഒരു BGM ആയിരുന്നു. ഇന്നും വൺ ഓഫ് ദി ബെസ്റ്റ് BGM ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇതായിരുന്നു ആ പോസ്റ്റർ. മോശം പോസ്റ്റർ നമുക്ക് കാണിക്കാൻ പറ്റില്ല, പോസ്റ്റർ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതായിരുന്നു ആ പോസ്റ്റർ. അതിനുശേഷം ചിത്രത്തിന്റെ ഒരു ടീസർ വന്നിരുന്നു. വിജയ് ഒരു പൈപ്പിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരിങ്ങനെ കറങ്ങി വരുന്ന ഒരു സീൻ. അന്നേരം അതിന് കുറച്ച് ട്രോളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇത് തിയേറ്ററിൽ ഒരു ബ്ലാസ്റ്റ് ആകാൻ പോകുന്ന ഒരു സീനാണെന്നൊന്നും. അതിനുശേഷം ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ശ്രീലങ്കക്കാരായതുകൊണ്ട് അതിന് ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു. ചിത്രം റിലീസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ട്രെയിലർ ഇറങ്ങാൻ ലേറ്റായി. സിനിമ റിലീസിന് ഏകദേശം 2-3 ദിവസം മുമ്പ് മാത്രമാണ് ചിത്രത്തിന്റെ ട്രെയിലർ വന്നത്. അതിനുശേഷം സിനിമ റിലീസായി. വൺ ഓഫ് ദി ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ആൻഡ് കണ്ടന്റ്, ഇത് രണ്ടും ഒന്നിച്ച് ചേർന്ന് എങ്ങനെ സിനിമ ഉണ്ടാവണം എന്നതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് കത്തി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പലരും ചിത്രത്തിലെ വിജയുടെ ആക്ടിങ്ങിനെയൊക്കെ ട്രോളുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടതിൽ എനിക്ക് വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിങ് ആയാലും സിനിമ ആയാലും കത്തിയിലെ തന്നെയായിരുന്നു. ആ വർഷത്തെ ഏറ്റവും മികച്ച തമിഴ് ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഫിലിം ഫെയർ അവാർഡ് കിട്ടിയത് കത്തിക്കായിരുന്നു. ചിത്രത്തിലെ അനിരുദ്ധിന്റെ മ്യൂസിക്കും അതുപോലെ തന്നെ പാട്ടുകളും എടുത്തു പറയേണ്ടതായിരുന്നു. ആ സമയത്തും ഇപ്പോഴും ഒരേപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടും BGMകളാണ് അനിരുദ്ധ് അന്ന് കത്തിയിൽ ഒരുക്കി വെച്ചിരുന്നത്. ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ബ്ലൂ പ്രിന്റ് സീനാണ്. അത് മലയാളം ആയിക്കോട്ടെ തമിഴായിക്കോട്ടെ പല ഭാഷകളിൽ പല തവണ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ച സീനായിരുന്നു. അത് തന്നെയാണ് കത്തി എന്നൊരു സിനിമയുടെ പ്രത്യേകത. നമ്മൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആ സീൻ മറ്റ് സിനിമകളിലേക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ സിനിമയുടെ ഒരു വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലത്തെ ഒരു നല്ലൊരു കണ്ടന്റും കൊമേഴ്ഷ്യലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കത്തി. വിജയ്ക്കും അതുപോലെ തന്നെ AR മുരുകദാസിനായിക്കോട്ടെ അതുപോലെ അനിരുദ്ധിനും ആയിക്കോട്ടെ ഇവരുടെയൊക്കെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിരുന്നു കത്തി. ഈ സിനിമയുടെ ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 130 കോടി രൂപയാണ് അന്ന് സ്വന്തമാക്കിയത്. ഞാൻ തിയേറ്ററിൽ കണ്ട വിജയ് ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ചിത്രമായിരുന്നു കത്തി. ഇതിൽ വിജയുടെ ആ ഇൻട്രോ സീനും അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ് സീനും പിന്നെ പോയിന്റ് ഫൈറ്റ് സീനും അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ അന്ന് ആ തിയേറ്ററിലുണ്ടായ മൊമെന്റ് എനിക്ക് ഇപ്പോഴും നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അതുപോലെ വൺ ഓഫ് ദി ബെസ്റ്റ് വിജയുടെ കരിയറിലെ തന്നെ മൂവി ആയിരുന്നു കത്തി. അപ്പോൾ നിങ്ങൾ കത്തി തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ എന്തിരനെക്കുറിച്ചും പുലിമുരുകനെക്കുറിച്ചും പുലിയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ചാനലിൽ നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മറ്റൊരു സിനിമയെക്കുറിച്ച്.